ഹായ് എവരിവൺ. ഈ താഴെ കാണുന്ന മത്സ്യം നോക്കൂ, അതാണ് ഈൽ മത്സ്യം. നിങ്ങൾക്ക് ഇഷ്ടായോ? ഇനി ഈ ഈൽ മത്സ്യത്തിന്റെ സവിശേഷത ഞാൻ പറയാം. നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമല്ലേ? എനിക്കും യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്. ഈൽ മത്സ്യങ്ങൾക്കും യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ജനനം മുതൽ മരണം വരെ അവർ തന്റെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ജനിച്ച ഈൽ മത്സ്യങ്ങൾ അവിടെ നിന്ന് നീന്തി തുടങ്ങും. ജനിക്കുന്ന സമയത്ത് ഇവ വളരെ സുതാര്യമാണ്, വെളിച്ചം കടത്തിവിടുന്ന പോലെ സുതാര്യമാണ്. എന്നിട്ട് അവർ യാത്ര ചെയ്ത് സമുദ്രങ്ങൾ താണ്ടി ഒരു കുറേ ദൂരം സഞ്ചരിക്കുന്നു. നദിയിലെ ജലം എപ്പോഴാണോ സമുദ്രത്തിൽ പതിയുന്നത് ആ സ്ഥലം വരെ ഇവർ നീന്തുന്നു. അവിടെ എത്തുമ്പോൾ ഇവരുടെ ആകൃതിക്ക് മാറ്റം വരുന്നു. ഇവരുടെ ശരീരം പെൻസിലിന്റെ ആകൃതിയിൽ ആകുന്നു, നല്ല നീളമുള്ള വാലും. അതിനുശേഷം 5-6 വർഷം അവർ തന്റെ യാത്ര തുടർന്നതിന് ശേഷം തിരിച്ച് തന്റെ ജന്മകേന്ദ്രമായ അറ്റ്ലാന്റിക് ഓഷനിൽ തന്നെ എത്തിച്ചേരുന്നു. അവിടെ വെച്ച് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്തതിന് ശേഷം മരണമടയുകയും ചെയ്യും. ഇതാണ് ഈലിന്റെ കഥ. ഇത്തരത്തിലുള്ള അറിവുകൾ എവിടെ നിന്ന് കിട്ടും? വായനയിലൂടെ മാത്രമേ കിട്ടുകയുള്ളൂ. അതിനാൽ നിരന്തരം വായനാശീലമുള്ളവരായി എല്ലാവരും ഇരിക്കുക. ബൈ ബൈ.